നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 45 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇന്ത്യ പോളണ്ട് നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികാഘോഷ വേളയിലാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നു. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നതെന്നതും സവിശേഷതയാണ്. 1979 മൊറാർജി ദേശായിയാണ് അവസാനമായി പോളണ്ട് സന്ദർശിച്ചത്. അദ്ദേഹം പോളണ്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ച ചില വാചകങ്ങൾ നോക്കാം. ആ ഒരു കുറിപ്പ് ഇപ്രകാരമാണ്: വാഴ്സയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികമെന്ന പ്രത്യേക വേളയിലാണ് ഈ സന്ദർശനം. പോളണ്ടുമായി ആഴത്തിൽ വേരോടിയ സൗഹൃദം ഇന്ത്യ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയാണ്. ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള രണ്ട് രാജ്യങ്ങളുടെയും പ്രതിജ്ഞാബദ്ധത ഈ ബന്ധത്തെ വീണ്ടും കരുത്തുറ്റതാക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജ് ദുഡെ, പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി ചർച്ച നടത്തും. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക, തന്ത്രപര മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുക, പ്രതിരോധം, സാംസ്കാരിക രംഗങ്ങളിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ 4000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പോളണ്ടിൽ നിന്ന് കിട്ടിയ സഹായം വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. രണ്ടാം ലോക യുദ്ധകാലത്ത് 6000 പോളിഷുകാർക്ക് ഇന്ത്യ അഭയം നൽകിയിരുന്നു. ആ കാലം മുതൽ ആ രാജ്യവുമായി മികച്ച ബന്ധമാണുള്ളതെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. പോളണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകുമെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 23-ാം തീയതിയാണ് യുക്രൈൻ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നിർണായകമായ മറ്റൊരു കാര്യമുണ്ടായി. അതായത് ലാറ്ററൽ എൻട്രി വഴി കേന്ദ്ര സർക്കാരിലെ 45 തസ്തികകളിലേക്ക് നിയമനം നടത്താൻ ലക്ഷ്യമിട്ട് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു പരസ്യം വന്നിരുന്നു. ആ പരസ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് കത്തയച്ചിരിക്കുകയാണ്. ലാറ്ററൽ എൻട്രി വഴി കേന്ദ്ര സർക്കാരിലെ 45 തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം പിൻവലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് UPSC ചെയർമാൻ പ്രീതി സുഡാന് കത്തയച്ചത്. സിംഗിൾ കേഡർ പോസ്റ്റുകൾ എന്ന വാദത്തിൽ നിലവിൽ ലാറ്ററൽ എൻട്രി സ്കീം സംവരണ തത്വങ്ങൾ പാലിക്കുന്നില്ല. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലാറ്ററൽ എൻട്രി പ്രക്രിയ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തുല്യതയുടെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങളുമായി യോജിച്ചിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ജിതേന്ദ്ര സിംഗിന്റെ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.